നമ്മുടെ വടനൂരിലെ പട്ടത്തൽച്ചിയമ്മ ട്രാവൽസിൽ വേലായുധേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൂറുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇതിൽ വരുന്നത്. ആദ്യം പോകുന്നത് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. പരിസരത്തുള്ള ഏട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും കൂടാതെ ഞങ്ങളുടെ ഫാമിലിയും ഈ ട്രിപ്പിൽ പങ്കാളികളായിരുന്നു. പോകുന്ന വഴിയിൽ പാട്ടും ഡാൻസും എൻജോയ്മെൻറ്റോടുകൂടെയാണ് പോയത്. ജയനും വല്യച്ഛനും വീട്ടിനടുത്തുള്ള മണികണ്ഠേട്ടനും ബസ്സിൽ വെച്ചിരിക്കുന്ന പാട്ടുകൾക്കനുസരിച്ച് ഫുൾ എൻജോയ്മെൻറ്റോടുകൂടെ ഡാൻസ് കളിച്ച് വരികയാണ്. ഇവരൊക്കെ ഫുള്ളായി ഡാൻസും പാട്ടുമായി എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അതെല്ലാം ആസ്വദിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം രാത്രി ഒരുപാട് വൈകിയതിനാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായി നിർത്തിയത് പോകുന്ന വഴിയിൽ സ്കന്ദഭവൻ എന്നൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ബസ്സിൽ തിരികെ യാത്രക്കായി കയറിയപ്പോൾ കരകാട്ടക്കാരൻ സിനിമയിലെ ഒരു അതിമനോഹരമായ ഗാനം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗാനത്തിന് നമ്മുടെ മണികണ്ഠേട്ടൻ്റെ വക ഒരു നല്ലൊരു ഡാൻസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നമുക്കിതിലൂടെ ഒന്ന് അറിയാം. തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതീവ പ്രശസ്തമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണിത്. മുരുകന്റെ 6 പ്രധാന ക്ഷേത്രങ്ങളിൽ അറുപടൈ വീടുകൾ രണ്ടാമത്തേതാണിത്. സാധാരണയായി മുരുകൻ ക്ഷേത്രങ്ങൾ കുന്നുകളിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ അറുപടൈ വീടുകളിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രം തിരുച്ചെന്തൂർ മാത്രമാണ്. മുരുകൻ സൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിച്ച സ്ഥലമാണിത്. ഇതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും തുലാമാസത്തിൽ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തുന്ന സൂര്യസംഹാരം ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നതാണ്. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെയുള്ള ഒരു അത്ഭുത ശുദ്ധജല കിണർ കൂടെയുണ്ട്. കടലിനോട് തൊട്ടടുത്താണെങ്കിലും ഈ കിണറ്റിലെ വെള്ളത്തിന് ഒട്ടും ഉപ്പുരസമില്ല. ഭക്തർ കടലിൽ മുങ്ങി നിവർന്ന ശേഷം ഈ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുന്നത് ആചാരമാണ്. ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് തുറന്ന് രാത്രി 9 മണിക്കാണ് അടയ്ക്കുന്നത്. ഉച്ചയ്ക്ക് നട അടയ്ക്കാറില്ല എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. വിശ്വപ്രസിദ്ധമായ പനീർ ഇല വിഭൂതി ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ്. തിരുനെൽവേലിയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും കൃത്യമായ ഇടവേളയ്ക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കുമാരതന്തിരം രീതിയിലാണ് ഇവിടുത്തെ പൂജകൾ നടക്കുന്നത്. തിരുപ്രഭാതം, തിരുപ്പള്ളി ഉണർത്തൽ രാവിലെ 5:10-നും വിശ്വരൂപ ദർശനം രാവിലെ 5:30-ക്കുമാണ്. ഉദയമാർത്താണ്ഡ അഭിഷേകം രാവിലെ 6:15-ന് തുടങ്ങി 7 മണി വരെയും ആ 7 മണിക്കുള്ളിൽ തന്നെ ദീപാരാധനയും നടക്കുന്നുണ്ട്. കാലസന്ധി പൂജ രാവിലെ 8 മണി മുതൽ 8:30 വരെയും ഉച്ചകാല അഭിഷേകം
രാവിലെ 10:30 തുടർന്ന് 12 മണിക്ക് ഉച്ചകാല ദീപാരാധനയോടെയുമാണ് തീരുന്നത്. സായരക്ഷ പൂജ വൈകുന്നേരം 5 മണിക്കും അർദ്ധസാമ പൂജ അഥവാ അത്താഴ പൂജ വൈകുന്നേരം 7:15-നും അഭിഷേകം 8:15-നുമാണ്. ഏകാന്ത പൂജ സേവ, പള്ളിയറ പൂജ എന്നിവ 8:30 മുതൽ 8:45 വരെയും 9 മണിക്ക് നടയടക്കലുമാണ് ഇവിടുത്തെ രീതി.